ഇവിടെ വെയിലൊക്കെ ഉദിച്ചു. ഒന്ന് മുകളിലേക്ക് വന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ കഴുകുന്നു. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അഴക്കിട്ട് കിടക്കാതെ അച്ഛയോട്. അച്ഛൻ ബാക്കിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചീത്ത സ്ഥലമായത് കൊണ്ടല്ലേ. അപ്പം നീ ഓടിയണ്ടല്ലേ അച്ഛൻ വഴക്ക് പറഞ്ഞേ. ഓ അതിന് ഈ വഴക്കിട്ട് കിടക്കുന്ന എന്തിനാണ് ബിസ്ക്കറ്റ് കഴിക്കാതെ? ഓ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രാണനായിരിക്കുന്നവൻ വഴക്കിട്ട് കിടക്കുന്നു. നിനക്ക് ഇങ്ങനെയൊക്കെ വഴക്കിടാൻ അറിയാമോ പൊന്നോ? പൊച്ചു ഇങ്ങനെയൊക്കെ വഴക്കിടാൻ അറിയാമോ പൊച്ചു? വഴക്കിട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടന്ന്. അച്ഛൻ്റെ അടുത്ത് പോയേയില്ല. ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു. വഴക്കിട്ടാൽ പിന്നെ അവരുടെ അടുത്തേക്ക് പോവില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു കൊല്ലം കൂടുമ്പോൾ ഒരു വഴക്കിടും. അവൻ്റെ ഇഷ്ടത്തിന് വിടണം. ഓടാൻ പോയപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞ്, നീ ഓടലേടാ ബാക്കിലെന്ന് പിടിച്ചുകൊണ്ട് വന്നു. അതിനാണ് വഴക്കിട്ട് കിടക്കുന്നത്. കണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. വഴക്കിട്ടിരിക്കുന്ന മോൻ. ബിച്ചറ്റ് വേണ്ടേ? എന്നാൽ കാലൂന് കൊടുക്കട്ടെ മമ്മ ബിച്ചറ്റ്. കാലൂന് ബിച്ചറ്റ് കൊടുക്കട്ടെ. കാലൂന് ബിച്ചറ്റ് കൊടുക്കട്ടെ. പൊന്നു കൊടുക്കട്ടെ. പൊന്നിന് വേണ്ടേ? ചോ ഇങ്ങനെ വഴക്കിട്ടൊന്നും ഇരിക്കല്ലേ. ചീത്ത സ്വഭാവമാണത്. ഓൻ ഗുഡ് ബോയ് അല്ലേ? നമ്മുടെ പൊന്നു ഗുഡ് ബോയ് അല്ലേ? വഴക്കിട്ടിരിക്കുക. ബാക്കിലൊക്കെ പോവാമോ? അതുകൊണ്ടല്ലേ അച്ഛൻ വഴക്ക് പറഞ്ഞേ. എപ്പോഴും കാലിൽ തുടച്ച് വരണം. പണിയാണ് മമ്മിക്ക്. बिस्बू डाकचे तुम्ही को ओदिके बोश तुम्ही राखोरीचे दादाकाचे ചോദിക്കുന്നുണ്ട് നീ അച്ഛനോട് വഴക്കിട്ടോ? അച്ഛൻ വഴക്ക് പറയില്ല എന്ന്. हाँ झाड़ू नहीं, तुम्हें 1000 बार बोलो तो लगी जाए. ഒരു ദിവസം ഉണ്ടല്ലോ കേട്ടോ ഇവൻ ഇങ്ങനെ പറഞ്ഞ് 1-2-3 പ്രാവശ്യം പറഞ്ഞ്. ഞാനന്ന് বলো আমি বলেছি এখানে আমার কামড়ে দিছিলিস, আবার এসেছিস, যা বলেছি, তারপর 2 বার বলেছি, হ্যাঁ করছে বারবার বলেছি যে ഇവ അടുക്കളയിലായിരുന്നു. അവൻ ഇവിടെ ഇരിക്കണായിരുന്നു. ഇവൻ എപ്പോഴും പറഞ്ഞപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇവൻ വഴക്ക് പറയണാണ്, നീ എപ്പോഴും പറയില്ലേ എന്നുള്ള ഇത്. ഓ പൂജെ എപ്പോഴും പറയുന്ന കൊച്ചിന് ഇഷ്ടമല്ല. ഒരു പ്രാവശ്യം പറയണം. ദീപക്കിന്റെ വഴക്ക് പറയണ്. എപ്പോഴും പറയില്ലേ ദീപക്. അച്ഛനൊരു ഉമ്മം കൊടുക്ക്. അപ്പം പിണക്കം തീർന്ന്. അച്ഛനൊരു ഉമ്മം കൊടുത്തിട്ട് വന്നേ. കൊടുക്ക അച്ഛക്ക് ഒരു ഉമ്മം കൊടുക്ക. പോ അച്ഛാ പോട്ടെ, ഞാൻ ഇനി അങ്ങനെ ചെയ്യൂല അച്ഛാ എന്ന് പറ. പോയേ ഒരു ഉമ്മം കൊടുത്തിട്ട് വാ. ഉമ്മൻ തരാൻ പറഞ്ഞത്. ഇനി അങ്ങനെ ചെയ്യൂല മോൻ, അങ്ങനെ ചെയ്യൂല ചേട്ടാ. മോൻ ഇനി പിറകെ പോവില്ല ഏട്ടാ. പിറകെ ഓടൂല. അച്ഛക്ക് ഉമ്മൻ കൊടുത്തിട്ട് വാ. അച്ഛക്ക് ഉമ്മൻ കൊടുത്തിട്ട് വന്നേ. അച്ഛക്ക് ഉമ്മൻ കൊടുത്തിട്ട് വാ. പിണക്കം തീരട്ടെ. പൊക്കോ. ഉമ്മൻ തരട്ടെ കൊച്ച്. എൻ്റെ മോനെ വഴക്ക് പറയില്ലേ ചേട്ടാ എൻ്റെ കൊച്ചിനെ. അവന് ഇനി പറയണ അനുസരിക്കണം കേട്ടാ പൊന്ന്. പറയണ അനുസരിക്കോ. നല്ല കുട്ടിയല്ലേ മോൻ. അച്ഛ അനുസരിച്ചില്ലേ അച്ഛ അടിക്കൂലേ? അച്ഛ അടിക്കാൻ വേണ പൊന്നിനെ അനുസരണ ഇല്ലാത്തതുകൊണ്ട്. മോൻ നല്ല കുട്ടിയല്ലേ? പറഞ്ഞാൽ കേൾക്കണ്ടേ പൊന്ന്? പറഞ്ഞാൽ കേൾക്കട്ടെ. ഇവിടെ വന്ന് വിളിച്ചാൽ ഓടി വേണ്ടേ? ബാക്കിൽ പോവല്ലേ എന്ന് പറഞ്ഞാൽ പോവല്ലേ? ബാക്കിൽ ചീത്ത സ്ഥലമല്ലേ പൊന്നോ? ഉമ്മോട് അച്ഛാ ഉമ്മ വഴക്ക് തീർന്ന്. അച്ഛയോടെയുള്ള വഴക്ക് തീർന്ന്. അച്ഛൻ പറഞ്ഞു ബിസ്ക്കറ്റ് കഴിക്കാം. ബാ ഈ വഴക്കിട്ടിട്ട് ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സ്വഭാവം കൊള്ളൂല കേട്ടാ. ബിസ്ക്കറ്റ് തരാം. അമ്മയുടെ പൊന്നല്ലേ. ബിസ്ക്കറ്റ് ഇരിക്ക്. എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇരുന്നേ ഇവിടെ. വേണ്ടേ ബിസ്ക്കറ്റ്? വഴക്കൊക്കെ മാറി. അച്ഛക്ക് ഉമ്മ തന്നില്ലേ? പിന്നെന്താണ്? ഉമ്മ തന്നല്ലോ. സ്കൂബോ ഇങ്ങോട്ട് എണീറ്റേ. എന്നാ ചെറിയ ചുമ്മാ. ഓ
കിടന്നും കൊണ്ടൊക്കെ കഴിക്കണ കണ്ടോ? വഴക്കിട്ടൊക്കെ മാറി. വഴക്കിട്ട ഇങ്ങനെയാണ് കേട്ടോ, കഴിക്കൂല അവൻ. ഓരോന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഫ്രണ്ട്സ്. വേണ്ട എന്നാ കഴിച്ചോ. വഴക്കിട്ട് അച്ഛയോട് വഴക്കിട്ടിട്ട് ബിസ്ക്കറ്റ് കഴിക്കാതിരിക്കുന്ന ഇത് കണ്ടോ. അച്ഛൻ പറഞ്ഞ് കഴിക്ക്, ഒരു സോപ്പൊക്കെ ഇട്ട് ഭയങ്കര. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല കേട്ടോ, വഴക്കിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവൻ. ബിസ്ക്കറ്റൊന്നും കഴിക്കൂല, ഭക്ഷണം കഴിക്കൂല, മോളിൽ ചെന്ന് ഒറ്റയ്ക്കിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. മോളിൽ ചെന്ന് ഒറ്റയ്ക്കിരിക്കും. ഇത് കണ്ടോ. ഇവൻ രാവിലെ കൊണ്ടുപോകും. അപ്പം അച്ഛ എവിടെയോ പോവല്ലേ എന്ന് പറഞ്ഞു. പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ബാക്കിൽ പോവല്ലേ, ബാക്കിൽ ചീത്തയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് ഓടിയപ്പോൾ അച്ഛ അടിക്കാൻ പോയി ഇവനെ. എന്തിനാടാ പറഞ്ഞാൽ കേൾക്കാത്തതെന്നും പറഞ്ഞുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വീശി. ആ വീശിയപ്പോൾ അച്ഛനോട് എന്തോ മുറുകിയൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വന്ന് കിടന്നു. ആ കിടപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ പറഞ്ഞോ, എന്തെങ്കിലും അവനെ പറഞ്ഞോ? അവൻ ഓടി വന്ന് എന്നെ വിളിക്കുന്നു, എടുക്കുന്നു. അപ്പോൾ ഉറക്കത്തിലല്ലേ. അപ്പോൾ പിന്നെ അച്ഛ കാലൊക്കെ തുടച്ച് അവനകത്തേക്ക് കയറ്റിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകില്ല ഇനി, നീ പറഞ്ഞ അനുസരണയില്ല എന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, അവൻ പറഞ്ഞ അനുസരിക്കുന്നവനാണ്. ഇന്നെന്തോ അവന് ബാക്കിലേക്ക് ഓടണമെന്ന് തോന്നി. വല്ലതും കണ്ടിരിക്കും, വല്ല പൂച്ചയോ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കും. കാരണം 5 മണിക്ക് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ടല്ലേ പോകുന്നത്. പിന്നെ ഈ പോസ്റ്റിൻ്റെ ലൈറ്റൊക്കെ കാണാമല്ലോ. അപ്പോൾ പൂച്ചയായിട്ട് പോയത് കണ്ടിട്ടായിരിക്കും അവൻ ഓടിയത്. അപ്പോൾ അച്ഛക്കൊരു സ്വഭാവമുണ്ട്, അച്ഛൻ പറഞ്ഞാൽ അതുപോലെ കേൾക്കണം, അല്ലെങ്കിൽ ദേഷ്യമാണ്. നമ്മളോടായിരുന്നാലും അങ്ങനെ തന്നെ, പറഞ്ഞാൽ അനുസരിച്ചോണം. അതിൻ്റെ അപ്പുറം കാണിക്കാൻ പാടില്ല. അപ്പോൾ രാവിലെ നമ്മൾ ചായ കുടിക്കുമ്പോൾ പറഞ്ഞതാ ഇവ വഴക്കിട്ട് സെറ്റി കിടക്കുന്നു. അച്ഛ പറഞ്ഞ എൻ്റെ അടുത്ത് നീ ഇനി വരരുത്, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കൂലല്ലോ, അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് വരാൻ നിൽക്കരുത്, പൊക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് നീ കേൾക്കണമല്ല, നീ പറയുന്ന അല്ല, നീ ആരാടാ എന്നാ വിചാരം എന്ന് അച്ഛ ചോദിച്ചു. അപ്പോൾ ഒന്ന് സോപ്പൊക്കെ ഇട്ട് അച്ഛന് ഒരു ഉമ്മൊക്കെ കൊടുത്തുകൊണ്ടാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിക്കൂല ഫ്രണ്ട്സ്. വഴക്കിട്ട് കഴിഞ്ഞിട്ട് ഇവൻ ചേച്ചിയുടെ അടുത്ത് പോയി കിടക്കുന്നത്. അപ്പോഴേ ചേച്ചി രാവിലെ എണീറ്റ് ചോദിച്ചത്, എന്താ ഇവൻ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത്, ഇവൻ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ? ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇതൊക്കെ കാണിക്കാം, എൻ്റെ ഗോഷ്ഠികളും ഈ അപ്പോൾ ഇവൻ കാണിക്കുന്ന ഈ ലൈവൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. എന്നാ കഴിച്ചോ, വയറ് നിറച്ച് കഴിക്ക്. പൈപ്പ് വെക്കട്ടെ. എപ്പോഴും ദീപക്കാണ് 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ശരിക്കും വെള്ളം ചെടിയിലില്ലാത്തതുകൊണ്ട് തുളസിയൊക്കെ ഒരു വാടി നോക്കുന്നു അവിടെ എല്ലാവരും. ആരെയും നോക്കുന്നത് നീ? ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ ഒഴിക്കുമല്ലോ. കണ്ടു ആ പൂപ്പന്മാരെയാണ് നോക്കുന്നത് വന്നത്. ആരാണ് അവിടെ? ബുള്ളറ്റ് എവിടെയാണ്? ബുള്ളറ്റ് അല്ല പൊന്നു, അത് ബുള്ളറ്റ് അല്ല. ഇട്ടിട്ട് എല്ലാം ലൂസായി, ടൈറ്റായിട്ടുള്ള ഗഞ്ചിയൊക്കെ ഇട്ടിട്ട് ലൂസായി. പൂപ്പന്മാരെ ഒടിഞ്ഞു നോക്കുന്നു. നോട്ടം പതിവായിട്ടോ അവന്. പിച്ചു എന്നോ എന്നാ വലിച്ചെടുത്തോണ്ട് പോകുന്നു. കണ്ടോ അവൻ്റെ ബോൾ കളി ഓട്ടം കണ്ടോ? ചില ഫാൻസൊക്കെ പോലെ ബോൾ കളി കാണാനിരുന്നില്ല. ഇത് കണ്ടോ, വെയിൽ ഉദിച്ചിട്ടില്ല കേട്ടോ. വെയിൽ ഉദിക്കണ 10-15. ഇവൻ്റെ തന്നെ ബോളാണ്. ഇവൻ കടിച്ച് ചേട്ട മേടിച്ചു കൊടുത്ത
കടിച്ച് അത് മൊത്തം ഏറ് പോയി. എടുത്തുണ്ടോ ഒളിവാ. തട്ടടാ തട്ട് പൊന്നുവോ അല്ല. മോൻ പിണക്കമൊക്കെ കഴിഞ്ഞ് സ്നേഹത്തിൽ വന്ന് കളിക്കുന്ന കേട്ടോ. ചട്ടിയത് കണ്ടോ പിടിച്ചോ. അയ്യോ ദേ അച്ഛ തട്ടിയിട്ട് തരും ബോള്. എടാ കടിക്കല്ലേടാ, കായ കൊണ്ട് തട്ടിയിടോ തട്ടി. ആ പിടിച്ചോ. ചു 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 പിടിച്ചോ. ഓടിവാ തട്ട് മമ്മിയുടെ അടുത്ത്. അവിടെ അച്ഛയാണ് ഈ നോട്ട്. അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ വെള്ളം ഒഴിക്കുന്നു. ഇവിടെ വെയിലൊക്കെ ഉദിച്ചു. ഒന്ന് മുകളിലേക്ക് വന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ കഴുകുന്നു. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അപ്പം എൻ്റെ പിറകെ ഇങ്ങനെ നടന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ, രാവിലത്തെ പിണക്കങ്ങളും അച്ഛനോടുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളും കളികളും ഒക്കെ ആയിട്ടൊരു ചെറിയ വീഡിയോ ഞാൻ പതിവ് പോലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അല്ലേ പൊന്നോ. ഒരു ഹായ് കൊടുത്തേ. പതിവ് പോലെ മോൻ്റെ ഹായ് ഇപ്പുറത്ത് ഹായ് എല്ലാവർക്കും ഒരു ബൈ കൊടുത്തേ. ബായ് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ബൈ. നല്ലൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇപ്പുറത്തെ കൈ കണ്ട് ബൈ. ഇങ്ങനെയൊക്കെ അനുസരണയാണ് കേട്ടോ. പിന്നെ ഇന്ന് ബാക്കിൽ പോയപ്പോൾ അച്ഛൻ 2-3 പ്രാവശ്യം പറഞ്ഞു പോലെടാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കൈ കൊണ്ട് പോകാൻ പോയി. അത് അവന് ഭയങ്കര ഇതായി. അവന് ഓടി എൻ്റെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് വന്നു കേട്ടോ 5:30. അന്ന് അപ്പം തൊട്ടൊരു മൂഡ്. പിന്നെ ഞാൻ സോപ്പിട്ടത് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അച്ഛനോടുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളും കളികളും ഒക്കെ ആയിട്ട് വേണ്ടൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവൻ വാഷ് ബേസിൽ കയറി നിൽക്കുക. നമ്മൾ എന്ത് ചെയ്താലും അവൻ വാഷ് ബേസിൽ കയറി ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ക്രീം തേക്കാനും മുഖം കഴുകാനും ഒക്കെ. നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, അവൻ നമ്മൾ കണ്ട് ശീലിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാരോ കണ്ടിട്ട് ഇത്രയും കൾച്ചറില്ലാത്ത വീട് രാവിലെ ഞാനൊരു മെസ്സേജ് കണ്ടു. ഏതൊരു പുരുഷനാണെന്ന് തോന്നുന്നു. സ്ത്രീകൾ അത്തരത്തിൽ ഇടാറില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ നമുക്കൊന്നും അത് വായിക്കാം. ഞാൻ മുഴുവനും വായിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ അതെൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനത് ആദ്യം തന്നെ റിമൂവ് ചെയ്ത്. അപ്പോൾ ഈ എഴുതുന്നവരോട് ഞാൻ ഈ മെസ്സേജ് ചെയ്യുന്ന ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ കമൻറ്റ് വന്നിട്ടില്ല. അത് ആദ്യമായിട്ട് ഏതോ കൾച്ചറില്ലാത്ത ഒരുത്തനാണ് എഴുതിയിരിക്കുന്നത്. അത് എനിക്ക് മുഴുവനും വായിക്കാൻ പോലും എനിക്കത് പറ്റുന്നില്ലാത്ത പേരുകളായിരുന്നു. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരോ ഒന്നും ഞാൻ നോക്കിയില്ല. മെയിലിലേക്ക് പോയാൽ എനിക്ക് പേര് കാണാൻ പറ്റും. പക്ഷേ ഞാൻ ഈ എഴുതിയവനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണണ്ട പ്ലീസ് കേട്ടോ. പക്ഷേ ഇങ്ങനത്തുള്ള മെസ്സേജുകൾ, ഇങ്ങനത്തുള്ള കമൻറ്റുകൾ ഇടരുത് പ്ലീസ്. ഇത്തരത്തിൽ തീരെ കൾച്ചറില്ലാത്ത, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു എഴുതിയത്. ഏതായാലും അതെനിക്ക് മുഴുവനും ഞാൻ 1-2 വേർഡ് വായിച്ച് മുഴുവനും വായിക്കാനേ എനിക്കത് അത്തരത്തിൽ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ റിമൂവ് ആക്കി കളഞ്ഞു. പ്ലീസ്, എനിക്ക് 10 പേരെങ്കിൽ 10 പേര് അവർ നല്ലതായിട്ട് കാണുന്നതും എൻ്റെ വീഡിയോ അത്രയധികം നല്ലതായിട്ട് അത് സ്വീകരിച്ച് കാണുന്നുള്ളവർ മെസ്സേജ് ഇട്ടാൽ മതി. ഇതേതോ ഒരു പുതിയ ഒരാളാണ് മെയിലിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞാൻ ഓർത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വെറും കൾച്ചറില്ലാത്ത മനുഷ്യനെ ഏതായാലും എഴുതിയത് അത്തരത്തിലുള്ള തെറി വാക്കുകൾ കേട്ടോ. അതിന് എൻ്റെ മോനെ ക്രീം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് എന്തോ വേറെ രൂപത്തിലൊക്കെ എനിക്ക് ഒരു വേടം കണ്ട് ഞാൻ വായിച്ചോളൂ. അപ്പം തന്നെ ഞാനത് പിന്നെ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാനത് അങ്ങനെ റിമൂവ് ചെയ്തു. പ്ലീസ് അങ്ങനത്തുള്ള കമൻറ്റുകൾ ഇടരുത് കേട്ടോ. ഇഷ്ടംപോലെ മലയാളി ഫാൻസുകൾ എൻ്റെത് കാണുന്നുണ്ട്. പക്ഷെ അവരും
നല്ല കമൻറ്റുകളാണ് ഇടുന്നത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഇങ്ങനത്തുള്ള തെറി വാക്കുകൾ ഇട്ട് അത് ചെയ്യരുത്. അതൊരു റിക്വസ്റ്റാണ് കേട്ടോ, പ്ലീസ്. കാരണം അത് ഈ ശരിയായ യോജിച്ച് പോകാൻ പറ്റില്ല. കാരണം ഇത്രയും തെറിവാക്ക ആ ക്രീം അവൻ്റെ മുഖത്ത് പുരട്ടി കൊടുക്കുന്നതിന്, എൻ്റെ ഹസ്ബൻഡ് പുരട്ടി കൊടുക്കുന്നതിന് എന്താ ഇത്ര തെറിവാക്കുകൾ പറയാനെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടാണ് പറയുന്നത്. പക്ഷെ ഞാനിത് രാവിലെ കണ്ടു, ഞാൻ പറഞ്ഞില്ലേ അത്ര തെറിവാക്കായിരുന്നു. ആ പറഞ്ഞവർ ഏതായാലും ആ കമൻ്റ് ഇട്ടവർ വളരെ മോശം കേട്ടോ, വളരെ മോശമായ ഒരാളാണ് ഇട്ടിരിക്കുന്നത്. വളരെ മോശം, വളരെ മോശം. അങ്ങനത്തുള്ള കമൻറ്റ് ഇനി വേറെ യൂട്യൂബിലൊന്നും ചെന്ന് ഇത് വെറുതെ എത്രയോ ചീത്ത വീഡിയോസ് വരുന്നുണ്ട്, എത്രയോ ചീത്ത വീഡിയോസ്. അതിൻ്റെ അടിയിൽ പോയി നിങ്ങൾ ഇതിൽ കുട്ടികൾക്ക് കാണാൻ പറ്റിയ വീഡിയോ അല്ലാതെ നമ്മൾ ചീത്ത വീഡിയോ ആയിട്ടോ അതിലൊന്നും ചീത്തയായിട്ടോ ഒന്നും കൊടുക്കുന്നില്ല. ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ ഇത്രയധികം തെറി പറയുന്ന ആ മനുഷ്യനോട് ഞാൻ പറയുന്നതാണ്, പ്ലീസ് നിങ്ങൾ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ തെറികളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നിങ്ങളുടെ മക്കളൊക്കെ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടല്ലേ വളരുന്നത്. ഒന്നും ശരിയായ ഏർപ്പാടല്ല. മറ്റുള്ള നമ്മുടെ മലയാളി ഫാൻസുകൾ ഇത് വായിച്ചാൽ നിങ്ങളെ തന്നെ വിലയിരുത്തും. എന്നെ അല്ല കേട്ടോ, നിങ്ങളെ വിലയിരുത്തും. ഈ കമൻ്റ് എഴുതിയ ആൾക്കാരെ മറ്റുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിലയിരുത്തും. നിങ്ങൾ എത്ര സ്റ്റാൻഡേർഡുള്ള ആളാണെന്ന് അത്രയ്ക്ക് തറ രീതിയിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഇനിമേൽ അങ്ങനത്തെ മെസ്സേജ് അയക്കരുത്, റിക്വസ്റ്റാണ്. കാരണം നിങ്ങൾ ഈ കമൻ്റ് ഇട്ട മനുഷ്യനോട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് ക്രീം പുരട്ടാൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ കാണണ്ട. ഞങ്ങളുടെ പെറ്റിന് എൻ്റെ ഭർത്താവല്ലേ ചെയ്തു കൊടുത്തത്. അതിലൊരു ചീത്തയായിട്ടൊന്നും കാണാൻ എൻ്റെ വീഡിയോയിലൊന്നും ഒന്നും ചീത്തയായിട്ടില്ല. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു വേടേ ഞാൻ വായിച്ചോളൂ, പിന്നെ എനിക്കത് തീരെ വായിക്കാൻ എനിക്ക് അറപ്പ് തോന്നി. അപ്പോൾ പ്ലീസ് ഇങ്ങനത്തുള്ള കമൻറ്റുകൾ ഒഴിവാക്കുക. നിങ്ങൾ നല്ല രീതിയിൽ നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഇത്തരത്തിൽ തെറി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമൻ്റ് ഇടരുത്. അതെൻ്റെ റിക്വസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെയും കൂടെ സ്റ്റാൻഡേർഡിനും ഇജ്ജത്തിനൊക്കെ അനുയോജിച്ച് ഒരു ഇതല്ലേ. നിങ്ങളുടെ പേര് അത് കണ്ടാൽ തന്നെ മറ്റുള്ള നമ്മുടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട് മലയാളത്തിൽ എഴുതുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ഓർക്കും അതൊന്നും മനസ്സിലാക്കും. ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.